ഇപ്പോൾ നമുക്കൊപ്പം ധനമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ തത്സമയം ചേരുകയാണ്. മിനിസ്റ്റർ, ഗുഡ് ഈവനിംഗ്. നമസ്കാരം. അപ്പോൾ അങ്ങനെ ദൈർഘ്യമേറിയ ബജറ്റാണ് താങ്കൾ ഇന്ന് അവതരിപ്പിച്ചത്. ഏതാണ്ട് 3 മണിക്കൂറിനടുത്ത്. ഇത്തരത്തിൽ മുൻപും ദൈർഘ്യമേറിയ ബജറ്റുകളുണ്ട്, പക്ഷേ താങ്കൾ ആ കാര്യത്തിൽ ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഇവിടെ വലിയ പദ്ധതികളൊന്നുമില്ല, വൻകിട പദ്ധതികളൊന്നുമില്ല, പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം, ഒപ്പം തന്നെ ഈ ക്ഷേമ പദ്ധതികൾ, മറ്റ് ഈ സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകളെ അവരുടെ കൺസേൺ പരിഹരിക്കുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, വയോജന ബജറ്റ് എന്നൊക്കെയുള്ളത് നമ്മൾ ആദ്യമായാണ് അങ്ങനെയൊന്ന് കേൾക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ തരത്തിലേക്ക് ബജറ്റിൽ ഊന്നൽ നൽകുന്നത് മിനിസ്റ്റർ? ഈ വയോജന ബജറ്റിന് തന്നെ പറയാം, ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റിലൊരു ഇങ്ങനെ പ്രായമുള്ളവർക്ക് വേണ്ടി, വയോജന രംഗത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ബജറ്റ് വെക്കുന്നത്. നമ്മൾ സത്യത്തിൽ നല്ല ഫണ്ട് അതിന് നീക്കി വെക്കുന്നുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് വിഹിതം വാസ്തവത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് വലിയ തുകയായിരിക്കും. ഇങ്ങനെ ഓരോ സെക്ഷനെയും നമ്മൾ പരിഗണിക്കണം. ഓരോന്നും ഞാനെടുത്ത് പറയുന്നില്ല. എല്ലാ സെക്ഷനിലും തൊഴിലാളികളെ, അസംഘടിത മേഖലയ്ക്കൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ വികസനത്തിൻ്റെ പ്രത്യേക പ്രയോറിറ്റി ഇല്ലാന്ന് പറഞ്ഞാൽ ശരിയല്ല. ഏറ്റവും വലിയ 2-3 പദ്ധതികൾ ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ഡിഫൻസ് കോറിഡോർ. ഡിഫൻസ് ഇൻഡസ്ട്രി വലിയ ഇൻഡസ്ട്രിയാണ്. അതുമായി ബന്ധപ്പെട്ട കുറേ സ്ഥാപനങ്ങൾ പറഞ്ഞു ഡിഫൻസ് കോറിഡോർ. 2, ഈ റയർ എർത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മിഷൻ. റയർ എർത്ത്, പ്രത്യേകിച്ച് മാഗ്നറ്റ് ഉൾപ്പെടെ ഉണ്ടാക്കാൻ പറ്റുന്ന റയർ എർത്ത് നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ പോലും വളരെ മറ്റ് സംസ്ഥാനങ്ങളിൽ സുലഭമല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ EVയുടെ ബാറ്ററി ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇത് ഒരു മൂലകമാണ്, അതിനകത്ത് മാഗ്നറ്റ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളുടെ പ്രൊജക്റ്റ്, അതിൻ്റെ ഒരു സ്കീമിന് നമ്മൾ പണം വെച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പം ഗ്രീൻകോ എന്ന് പറയുന്ന കമ്പനി ഹൈഡ്രജൻ ബേസ്ഡ് ഇലക്ട്രിസിറ്റി, ഗ്രീൻ ഹൈഡ്രജനെ സംബന്ധിച്ചുള്ള സ്കീമുണ്ട്. അതേപോലെ ഏറ്റവും വലിയ കാര്യമാണ് RRTS സംബന്ധിച്ചുള്ള പ്രഖ്യാപനം. RRTS കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേ അറ്റം വരെ അതിവേഗത്തിൽ പോകാൻ കഴിയുന്ന യാത്രാ സൗകര്യമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ എല്ലാം എടുത്തു പറയുന്നില്ല. അപ്പോൾ ഒരു വശത്തു കൂടി അത്തരം പദ്ധതികളെ പറയുകയും, ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ചുറ്റുപാടും തന്നെ 1000 കോടി രൂപയാണ് കിൻഫ്ര വഴി എടുക്കാൻ വേണ്ടിയിട്ട് പണം വെച്ച്. കിൻഫ്ര പണം എടുക്കുക, സർക്കാർ ഗ്യാരണ്ടി കൊടുക്കും, ബാക്കി കാര്യങ്ങൾ നടത്താൻ വേണ്ടി. 1000 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഏക്കർ സ്ഥലം, അല്ലെങ്കിൽ അതിനടുത്ത് സ്ഥലം വരാൻ പറ്റുന്ന തരത്തിലേക്ക് അതിന് പണം വെച്ചേക്കുക. അപ്പോൾ മേജർ പ്രൊജക്ട്സ് ഉണ്ട്. MC റോഡ് 5300 കോടി രൂപയിലധികം മുടക്കി ഇവിടുന്ന് ചെങ്ങന്നൂർ വരെയുള്ള ഫസ്റ്റ് ഫേസിൻ്റെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. അതേസമയം ആശ, അംഗൻവാടി, പാചക തൊഴിലാളികൾ, നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഹരിതകർമ്മസേന, ലോട്ടറി തൊഴിലാളികൾ, ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും പരിഗണിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടായിട്ടുണ്ട്. ഗിഗ് തൊഴിലാളികളെ സാധാരണ ആരും അങ്ങനെ പരിഗണിക്കുന്നില്ല. ആ ഗിഗ് തൊഴിലാളികളുടെ കാര്യം, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെ മോഡേണൈസ് ചെയ്യുന്ന കാര്യം, അവർക്കൊക്കെ ആരോഗ്യ ഇൻഷുറൻസോ അല്ലെങ്കിൽ പൊതു ഇൻഷുറൻസോ, ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയുള്ള മേഖലകളിലൊക്കെ സ്വന്തമായി ജോലി കണ്ടെത്തി ജീവിച്ചു വരുന്ന ആളുകൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അതുൾപ്പെടെയാണ് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ എല്ലാ മേഖലയും ബാധിക്കുന്ന, ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് വഴിയിൽ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരാള്, ആരുമില്ല, ഐഡന്റിറ്റി ഇല്ല, അങ്ങനെയുള്ളവരെ സഹായിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.